ഇന്ന് ഞാൻ വർക്കിന് പോകാത്തൊരു ദിവസമായിട്ടാ. ചെറിയൊരു തൊണ്ടവേദനയും ജലദോഷം ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ഇന്ന് വർക്കിന് പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ലീവ് ആക്കിയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റിട്ട് രാവിലത്തെ പണികളൊക്കെ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ദോശയും അതുപോലെ തന്നെ തക്കാളി ചട്നി ഉണ്ടാക്കാമെന്നാണ് പ്ലാന്. തക്കാളി ചട്നി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇതിൻ്റെ ടേസ്റ്റ് ഇക്കാർക്ക് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എല്ലാവരും വീഡിയോയിൽ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാം വിചാരിച്ചിട്ട് തക്കാളിയും സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് നേരെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ മുളക് പൊടി ഇടാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഷിനിക്കാക്ക് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂടോട് തന്നെ ദോശ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ആദ്യത്തെ ദോശ തന്നെ എനിക്കൊന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ദോശ പരത്തിയപ്പോൾ അപ്പുറത്ത് ഫുള്ളിങ്ങനെ സൈഡിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വശമൊന്നും വെന്ത് കിട്ടൂലല്ലോ. അപ്പോൾ ആദ്യത്തെ ദോശ ഞാൻ അടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തക്കാളി ചട്നീൻ്റെ ചൂടാറിയപ്പോഴത്തേക്കും ഞാൻ നേരെ മിക്സിയിലെടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് പോലെ തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോയിൽ കണ്ടാട്ടോ ഈ ഒരു തക്കാളി ചട്നി. അപ്പോൾ അതിൽ അങ്ങനെ പേസ്റ്റ് പോലെ ചതച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദോശ എടുത്ത് കളഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും പരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല മുരിമുരി ദോശയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും മുരിമുരി ദോശയാണ് ഇഷ്ടം. ഷിനിക്കാക്ക് മുരിമുരി ദോശയാണെന്നുണ്ടെങ്കിൽ 5-6 എണ്ണമൊക്കെ കഴിക്കും. പിന്നെ നേരെ തക്കാളി ചട്നിയും ദോശയൊക്കെ കുടിക്കാതെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാധാരണ ചട്നി ഉണ്ടാക്കൂലേ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ വേഗം കള്ളപ്പനിയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഐനൂസിന് ഇതേ കള്ളപ്പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ കുറച്ച് മടി കാണിച്ചിട്ടുണ്ടായിരുന്നു അംഗനവാടി പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്താ ദോശ എടുത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഓണാക്കിയാൽ പിന്നെ കുട്ടിയുടെ കളി വേറെ കളികളായിരിക്കും കേട്ടോ. എന്തോ ഭയങ്കര അഭിനയമായിരിക്കും. വാ തുറന്നിരിക്കലും ഭയങ്കര വയ്യാത്ത പോലെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെന്ന് അവൾക്കും ദോശ വാരി കൊടുത്ത് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. നല്ല ഏലക്കയും മധുരവും ഒക്കെ ഇട്ട് നല്ല സൂപ്പർ ചായ ആയിരുന്നു. എനിക്കിങ്ങനെ കടുപ്പും ഏലക്കയൊക്കെ കൂട്ടിയിട്ട് കുടിക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മുടെ ഐനൂസിനെ അംഗനവാടിയിലാക്കാൻ വേണ്ടി പോവാണ്. ഷിനിക്കാക്കാനെ ബസ് സ്റ്റോപ്പിലാക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരല്ല, ഞങ്ങൾ 3 പേരും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐനൂസിനെ ആദ്യം ആക്കിയില്ല. ഷിനിക്കാക്കാനെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിലാക്കിയതിന് ശേഷമാണ് നമ്മുടെ ഐനൂസിനെ അംഗനവാടി കൊണ്ടുപോയി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര നമ്മളെ കുഞ്ഞോട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ ബൈ.